എല്ലാവരും ഗുഡ് ഈവനിങ്. വീഡിയോസ് ഒക്കെ എവിടെ? ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്തത് നിങ്ങളുടെ ആ ഫീസിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു കാണും, ഫൈനൽ ടൈം ഫീയുടെ മെസ്സേജ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. ഓക്കെ, ജനുവരി 11 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് എമൗണ്ട് വരുന്നത് 4750 ആണ് നോർമൽ. പിന്നെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അവരോട് ഫീസ് കൺവേ ചെയ്തിട്ടുണ്ട്. അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തു. ഓക്കെ, നോർമൽ കുട്ടികൾക്ക് ഫൈനൽ ടൈം ഫീ എന്ന് പറയുന്നത് 4750 രൂപ, 4750. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 12-ാം തീയതി മുതൽ പുതിയ ലിങ്കിലായിരിക്കും ക്ലാസ് റൺ ചെയ്യാം. അപ്പോൾ എല്ലാവരോടും പാരന്റ്സിനോട് കൺവേ ചെയ്യാം, എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്ന് ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ പേയ്മെന്റിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഓൺലൈൻ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസിൽ വിളിച്ച് ആ ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്തിട്ട് വേണം പേ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. അത് നമ്മൾ രാവിലെ പറഞ്ഞ നിർത്തേണ്ട ബാക്കി വേഗം തുടങ്ങിക്കോ, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. രാവിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലേ ലാസ്റ്റ് ചെയ്ത് നിർത്തി? എന്റെ ഓർമ്മ നോക്കി. ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ dx/√1 - 6 നമ്മൾ ലാസ്റ്റ് ചെയ്തേ. വളരെ ഫാസ്റ്റ് ആവണേ. ഇനി അങ്ങോട്ടാണ് നമുക്ക് ഒരിത്തിരി സമയം പോകാൻ സാധ്യതയുള്ളത്. ബിക്കോസ് നമ്മളുടെ കുറച്ചുള്ള റൂളുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്ന എക്സാമ്പിൾസ് ആണ്. 2 എക്സാമ്പിൾ ഇവിടെ കഴിഞ്ഞിട്ട്. ജോയുടെ വീഡിയോ ഓർഡറാ? ജോ ജോസഫ് സാറേ ഒരു മിനിറ്റ്, ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് കയറാം, അതുകൊണ്ടാണ്. ആയുഷ് വീഡിയോ പറഞ്ഞിരുന്നു. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, വലിയ പ്രശ്നമുള്ളതല്ല. കഴിഞ്ഞിട്ടാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടി വരും. 10th വൺ ഡയറക്റ്റ് ആണ്, 11th വൺ ഡയറക്റ്റ് ആണ്. 12th എത്തുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. dx/1 + x² within the limit 0 to 1. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞ ആശിഷിന്റെ ഇന്റഗ്രൽ എന്താ വരാം? ആശിഷ് എഴുതൂ. dx/1 + x² ഇന്റഗ്രൽ എന്താ? tan inverse x. Tan inverse x. Tan inverse x within the limit 0 to 1. എന്താ ഇതിന്റെ ഫൈനൽ ആൻസർ വന്ന അപ്പുറം?
അഫ്ര ഫൈനൽ ആൻസർ. പൈ ബൈ 4 മൈനസ് ചെയ്യണുള്ളൂ പൈ ബൈ 4 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ഇത് ടാൻ ഇൻവേഴ്സ് 0. ടാൻ ഇൻവേഴ്സ് 0 0 തന്നെ. 0 ആണ്. അപ്പൊ എത്ര ഫൈനൽ ആൻസർ വരിക? പൈ ബൈ 4. പൈ ബൈ 4 is the final answer. 11th direct ആണ്. dx by x square minus 1. dx divided by x square minus 1. ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ വരും. dx divided by x square minus 1. 11 ചിലപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട വരും കേട്ടോ. സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ല. 0 to 1 തന്നെയാണ്. ഇനി അങ്ങോട്ടാണ് നമുക്ക് ഇന്റഗ്രേഷന്റെ ആവശ്യം. അതായത് കൃത്യമായ ഇന്റഗ്രേഷൻ നമുക്ക് അറിയേണ്ടത് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. You have maximum 2 minutes to complete the integration. No. 2 more minutes maximum. No, 1 more minute remains. ഒരു മിനിറ്റോടെ മാക്സിമം ഇന്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ എന്താ വന്ന ഇന്റഗ്രൽ എന്ന് പറഞ്ഞേ അന്ന ബാബു, എന്താ ഇന്റഗ്രൽ വന്നേ? ഞാനാണെങ്കിൽ ഇന്റഗ്രൽ 1/x² - a² ഫോമിൽ എടുത്തേ. x square minus a square ഇന്റഗ്രൽ എന്താ? 1/2a log mod x minus 1 divided by x plus 1 plus 1/2a log mod x minus 1 x minus a divided by x plus by അല്ലേ? പ്ലസ് കോൺസ്റ്റന്റ് ഉണ്ട്, വേണം നിർബന്ധമില്ല. കാരണം നമുക്കറിയാം ഡെഫിനറ്റിന്റെ കേസിൽ കോൺസ്റ്റന്റ് നമ്മൾ കൊടുത്തില്ല നമുക്ക് തെറ്റില്ല. അത് നമ്മുടെ ഗിവൺ കേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
ഇത് ഇന്റഗ്രൽ ഓർക്കുന്ന പ്രതീക്ഷിക്കുന്നതോ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ആണ്. ക്വസ്റ്റ്യനിൽ എയുടെ ക്വസ്റ്റ്യനിൽ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് 1/2 log mod x minus 1 divided by x plus 1 within the limit 0 to 1. Constant വേണേ നമുക്ക് പുറത്തേക്ക് എഴുതാം 1/2 into log mod x minus 1 divided by x plus 1 within the limit 0 to 1 എന്നാണ് നമുക്ക് വരും. ഫൈനൽ ആൻസർ കിട്ടിയിരുന്നോ? ഫൈനൽ ആവണി 1/2 log 3/2. 1/2 into log 3/2. 1/2 log 3/2 കറക്റ്റ് ആണ്. 1/2 പുറത്ത് കിടക്കട്ടെ തൽക്കാലം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 1 minus 1 by 1 plus 1 minus log 0 minus 1 by 0 plus 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സർ എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ലിമിറ്റ് 2 to 3 ആണല്ലോ. ഏത് ക്വസ്റ്റ്യൻ നമ്പർ 11 ആ എല്ലാവരും ടെക്സ്റ്റ് 2 to 3 ആണോ? everyone 2 to 3. okay then it's fine. എന്റെ മിസ്റ്റേക്ക് എന്റെ 0 to 1 ആകട്ടെ. ഞാൻ സോറി 2 to 3 ആണല്ലേ. അപ്പോ 0 വരില്ല. അതെടുത്ത് എന്റെ ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണോ? ലിമിറ്റ് 2 to 3 ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ ഫൈൻ. 2 to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 minus 1 divided by 3 plus 1 വരും. രണ്ടാമത്തെ ആളിൽ 2 minus 1 divided by 2 plus 1 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 പുറത്തുണ്ട്. log 3 minus 1 2/4 minus log 1/3 2/4 വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം. 1/2 into log 1/2 minus log 1/3. log a by log b ഫോം ആണ്. നമുക്ക് അതിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 1/2 log a by റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 log 3/2. സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് അറിയണം, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയാറാവും. കംപ്ലീറ്റ് ആയെങ്കിൽ 12 to 1 പോവാം without wasting time. Integral within the limit 0 to pi/2 cos square x. 0 to pi/2 cos square x. Speed out redo. 3 minutes maximum to complete the integration. Integral 0 to pi/2 cos square x dx. Integration by using trigonometric identities എന്ന കാറ്റഗറിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Integral 0 to pi/2 cos square x. Two more minutes. ശ്രദ്ധിച്ച് ആലോചിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. ശ്രമിക്കാതിരിക്കരുത്. വെറുതെ ബോർഡിൽ നോക്കിയിരിക്കണ്ട. വെറുതെ ബോർഡിൽ നോക്കിയിരുന്ന ബോർഡിൽ ഒന്നും കിട്ടാനില്ല. വെറുതെ ബോർഡിലേക്ക് നോക്കിയിരുന്നത് കോപ്പി പേസ്റ്റ് എന്തെങ്കിലും ഇരിക്കല്ലേ, ഇത് ഗുണം ചെയ്യില്ല. സ്പെൻഡ് ചെയ്ത ടൈം ഉപയോഗപ്പെടില്ല. ഈ ഇന്റഗ്രൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് തെറ്റിയാലും ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ഇൻ സം അതർ കേസസ്. നിർബന്ധമായിട്ട് ചെയ്യും, ഒറ്റയ്ക്ക് ചെയ്യും.
1 more minute for this integration. Integral cos square x dx. Thirty seconds more for integral cos square x. Answer the various moments. 12th question. E question. Okay, everyone, just show me a notebook into the screen. Notebook on the air camera. Let me check. I can remember notebook on the air camera. Everyone, camera position camera position note camera notebook. Search it. Purple note show me a note. Ashe can you step on the just try GN. Never say Madela no good as a kid. Change here. Okay. Very good. Introductory step, starting step, even integrate idea. And the word parallel case in the morning case repeat is air exercise 7.1 to 7.7. I integrations exercise. That's difficult feel integration like recollect any course recollect integration integrate അതിന് നമുക്ക് ഞാൻ എഴുതിയത് sin cube x by 3 എന്ന് എഴുതിയത്. Cos square x in integral sin cube x by 3 അല്ല. Cos square x നമ്മൾ എങ്ങനെ integrate ചെയ്യും? How we can integrate? What method can we use? Ashna? ഞാനാണോ? ഞാൻ എഴുതിയത് ഞാൻ cos x ന്റെ sin x അല്ലേ? അതെ. Cos square x ഞാൻ cos cube x by 3. അത് നമ്മൾ പുതിയ വെറൈറ്റി ഇന്റഗ്രേഷൻ മെത്തേഡ്സ് നമുക്ക് നിലവിലില്ല. എങ്ങനെ നമ്മൾ cos square x ഇന്റഗ്രേറ്റ് ചെയ്യും? സോലിഹ, how we can integrate cos square x? മാറ്റിയിട്ട് ചെയ്യാൻ പറ്റില്ല. കേരള 2x ന്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ മാറ്റണം പറഞ്ഞു? cos square x നെ cos 2x equal to 2 cos square x minus 1. തീർച്ചയായിട്ടും. അപ്പോ cos 2x plus 1 by 2 equal to cos square x. Cos square x എന്ന് പറയുന്ന പർട്ടിക്കുലർ ടേമിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിനെ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. We have to change cos square x. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 7.3 ഇന്റഗ്രേഷൻ ബൈ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി എന്നുള്ള എക്സസൈസിൽ സൈൻ സ്ക്വയർ എക്സ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും, കോസ് സ്ക്വയർ എക്സ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും എന്നിങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമുക്കിവിടെ മാറ്റാൻ പറ്റുള്ളൂ. സോ വി ഹാവ് cos 2x ഈക്വൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. cos 2x എന്ന് പറയുന്നത് 2 cos square x minus 1 ആണ്. അവിടെ നമുക്ക് എഴുതാം cos 2x plus 1 by 2 ആണ് cos square x. സോ നമ്മൾ അതിവിടെ ചേഞ്ച് ചെയ്യും.
അപ്പൊ ഇന്റഗ്രൽ 0 to pi by 2 cos square x എന്നുള്ളത് 1 plus cos 2x by 2. 1 by 2 വേണമെങ്കിൽ പുറത്തേക്ക് ഇട്ടാൽ 1 by 2 into integral 0 to pi by 2 1 plus cos 2x dx എന്ന് വരും. Now that is 1 by 2 into integral of 1x ആണ് integral of cos 2x sin 2x by 2 ആണ് within the limit 0 to pi by 2. ഇതാണ് ഇന്റഗ്രൽ. ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. This is how we have to integrate that. അത് നമ്മൾ cos square x ന് മാറ്റും. ഈ രീതിയിൽ മാറ്റും. എന്നിട്ട് വേണ്ടി സ്പീഡ് ആക്കി പറഞ്ഞോ അനിയൻ. ഇത് നമുക്ക് ഡിലീറ്റഡ് അല്ല അല്ലേ? ഇതിന് ഡിലീറ്റഡിൽ വരിക അല്ല സാർ ചേച്ചിലായിരുന്നു. ഏതാ ട്രിഗ്നോമെട്രിയാ? 7.3. എക്സൈസ് ഫുൾ ഡിലീറ്റ് ചെയ്തോ നമ്മള്? ആണോ? ചെയ്തില്ലായിരുന്നു. ഞാൻ നോക്കാം ധരിച്ചു. കണ്ടിന്യൂ പോകണോ? ട്രയാങ്കിൾ ആയിരുന്നേ മുൻപ് കാര്യം 13 14 കുറച്ച് നമ്മള് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. ചോദ്യമൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് കിട്ടേണ്ടതാണ്. പെട്ടെന്ന് ലിമിറ്റ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. നേരെ 13 ചാട്. കേട്ടോ, ഒരു മിനിറ്റാണ് മാക്സിമം. 15 30 seconds more. seconds. Right. എന്താ ഫൈനൽ വന്ന ഷിറിൻ? 5/4. 5/4 എന്ന് വരും ഫൈനൽ. ചെക്ക് ചെയ്യണം കേട്ടോ. 5/4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഒരെണ്ണം കോമൺ ആയിട്ട് പുറത്തുണ്ട്, അവിടെ തന്നെ കിടന്നോട്ടെ. ബ്രാക്കറ്റിനുള്ളിൽ എക്സിന്റെ വാല്യൂ 5/2 പ്ലസ് സൈൻ 2 into 5/2 divided by 2 minus 0 plus sin 2 into 0 by 1/2 into first bracket 5/2 plus sin 5/2. Second bracket 0 plus sin 0/2. So 1/2 into first bracket 5/2 plus 0 minus 0 plus 0 and one second bracket. So final 1/2 into 5/2 which is equal to 5. Correct. 5/4 is the final answer. Move to question number 13. Integral 2 to 3 x by x square plus 1 dx.
integral 2 to 3 x divided by x square plus 1 dx. Integral 2 to 3 x by x square plus 1 dx. ഇവിടാണ് 3 മിനിറ്റ് മാക്സിമം. വലിയ ഡൗട്ട് ആണോടാ? ഇപ്പം ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇല്ലേ, അങ്ങനെ അത് ഡെറിവേറ്റ് ചെയ്യുമ്പം ആദ്യം ഇ റേസ് ടു എക്സ് സ്ക്വയർഡ് സാധാരണ പോലെ, പിന്നെ എക്സ് സ്ക്വയർഡിനെ അങ്ങനൊരു പരിപാടി നമ്മള് ഡിഫറൻസിയേഷനിലേ ഉള്ളൂ. ഒരാളെ ചെയ്തു, അടുത്ത ആളെ ചെയ്തു. ഇന്റഗ്രേഷനിൽ അങ്ങനെ റൂൾ ഇല്ലല്ലോ. അപ്പം ജസ്റ്റ് എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അവിടെ നമുക്ക് വഴിയുണ്ട്. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നല്ലപോലെ ചിന്തിച്ചാൽ ഓപ്ഷൻ അവിടെ കിട്ടും. എക്സ് റേസ് എക്സ് സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ അല്ലേ? കിട്ടും. ഓപ്ഷൻ. അപ്പൊ ഇവന്റെ പുറകെ 2 മിനിറ്റോടെ. ഇതൊക്കെ വളരെ സിമ്പിൾ ഇന്റഗ്രൽ കേട്ടോ, ഒന്നുമല്ല. ഇന്റഗ്രൽ x by x square plus 1 dx. One more minute for the question. By practice മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. By practice only. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. Thirty seconds more to complete. Andrea, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ? എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dt/2 is equal to absolutely integration by substitution. ഡിനോമിനേറ്ററിലുള്ള x square plus 1 അവനെ നമ്മൾ t ആയിട്ട് സപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dt എടുത്തു കഴിയുമ്പോൾ ന്യൂമറേറ്ററിൽ x dx ഒരു 2 ഇല്ലാന്നുള്ള 2 നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാവുന്നതാണ്. It can be integrated by the method of substitution. ഇതാണ് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറയാം. ഇത് സ്ട്രൈക്ക് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. കാരണം ഇന്റഗ്രൽ കണ്ടുപിടിച്ചാലേ നമുക്ക് ബാക്കി ഡിഫറെന്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്ന മീൻസ് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോർമൽ ഇന്റഗ്രേഷൻ നടത്തും. For that we can substitute let t equal to x square plus 1 dt equal to 2x dx 2 നെ പുറത്തേക്ക് തട്ടിയാൽ dt by 2 equal x dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മാത്രമായിട്ട് ഫസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇന്റഗ്രൽ മാത്രം ശ്രദ്ധിച്ചു നോക്കണം. ഇന്റഗ്രൽ x by x square plus 1 dx is equal to ഇന്റഗ്രൽ 1 by 2 അല്ലെങ്കിൽ dt by 2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. dt by 2 divided by 2 1 by 2 ഇന്റഗ്രൽ dt by t 1 by 2 log t എന്ന് വരും. t നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വിത്ത് x square plus 1. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഇവിടെ നിങ്ങൾ ഇന്റഗ്രൽ 2 to 3 dt by 2
ബൈ ടി എന്ന് കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിച്ചോ എല്ലാവരും? 1 സെക്കൻഡ്. ഈ കാണുന്ന ഇന്റഗ്രൽ 2 to 3 എന്നുള്ളതിൽ നിങ്ങൾ കൊണ്ടുപോയി ഡയറക്ട്ലി ടി എന്നുള്ള സംഗതി ഇൻക്രീസ് ചെയ്യരുത്. കാരണം ഈ 2 to 3 എന്നുള്ള ലിമിറ്റ് എക്സിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സിനാണ് 2 to 3 എന്നുള്ള ലിമിറ്റ് ഉള്ളത്. വേരിയബിൾ മാറിയാൽ ലിമിറ്റ് മാറും. അത് നമ്മൾ അടുത്ത എക്സസൈസിലെ പഠിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അത് നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇത് തെറ്റാണ്, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. പകരം നമുക്ക് എഴുതാം ഇന്റഗ്രൽ 2 to 3 x by x square plus 1 dx is equal to, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്റഗ്രലിന്റെ വാല്യൂ 1/2 log mod x square plus 1 in the limit 2 to 3. Substitute is simple. One by 2 എന്നുള്ള കോൺസ്റ്റന്റ് ഒക്കെ കൂടി പുറത്ത് എഴുതാം കേട്ടോ. 1/2 into log mod x square plus 1. Speed of development ഓടെ complete ആക്കി നേരെ നെക്സ്റ്റ് വൺ. 14, 15, 16 നമുക്ക് ചെയ്യേണ്ടതാണ്. 17, seconds ഓടെ കേട്ടോ. ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ഏത് എത്ര ഫൈനൽ ആൻസർ കിട്ടിയതിന്റെ? ഏത് കേട്ടില്ല? വോയിസ് കിട്ടുന്നില്ലോടാ. ഏതു ചെക്ക് ചെയ്തേ. അവിടെ എത്ര ഫൈനൽ ആൻസർ? 1/2 log 2. 1/2 log 2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is equal to 1/2 into log 3 square plus 1 minus log 2 square plus 1. That is equal to 1/2 log 10 minus log 5 ആണ്. 1/2 log 10/5 വരും. 1/2 log 2 എന്ന് ഫൈനൽ ആൻസർ. 1/2 log 2 is the final answer. ഒന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്റഗ്രൽ 0 to 1 2x plus 3/5x square plus 1. ഞാൻ ചേഞ്ച് ചെയ്യണേ. 14 ശ്രദ്ധിച്ച് ചെയ്യണം. ഇന്റഗ്രൽ 0 to 1 x plus 3 divided by 5x square plus 1 dx. ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യാട്ടോ. x plus 3 divided by 5x square plus 1.
ഒരു ഹിന്റ് ഞാൻ തരാം, ന്യൂമറേറ്ററാണ് സ്പ്ലിറ്റ് ചെയ്താൽ അതായത് ഡിനോമിനേറ്റർ രണ്ടു പേർക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, മറ്റേ ആളെ ഒന്ന് ചിന്തിക്കേണ്ടി വരും. ആ ഇന്റഗ്രൽ മാത്രം സെപ്പറേറ്റ് ചെയ്യാട്ടോ. 2x + 3 ഡിവൈഡഡ് ബൈ 5x² + 1. ഒരു ഹിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ 2x by 5x² + 1 അതുപോലെ 3 by 5x² + 1 ഇങ്ങനെ രണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാകുന്നുണ്ട്. നല്ല ഇന്റഗ്രേഷൻ ആണോ, ഡിഫിക്കൽട്ട് എന്നല്ല, പക്ഷെ രണ്ട് ഐഡിയാസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മളോട് ഉപയോഗിക്കുന്നു. മിലൻ ഇതിന് ആൻസർ കിട്ടിയായിരുന്നോടാ? കിട്ടിയായിരുന്നു. ഇങ്ങോട്ടൊന്ന് കാണിച്ച് കഴിയാത്തൊരു വേഗം ചെയ്യാട്ടോ, ടൈം കളയരുതേ. നേരെ കാണിക്കണം, നേരെ 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 സ്ട്രൈറ്റ് ആയിട്ട്. ആ അങ്ങനെ മാറില്ല, നോക്കട്ടെ. 1 സെക്കൻഡ്. കുറച്ച് മുകളിലേക്ക് നോട്ടൊന്ന് റൈസ് ചെയ്തത് മാറ്റല്ലേ. ഓക്കെ 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 മാറ്റി. വേറെ കിട്ടിയവരൊന്ന് വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്തേ. ആൻസർ കിട്ടിയവരാണ് വീഡിയോയിൽ. ആൻസർ മീൻസ് ഇന്റഗ്രേഷൻ കിട്ടിയവരെ അന്ന ഒന്ന് നോട്ട് കാണിച്ച്. ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണിച്ചോളൂ. ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണിച്ച്. ഫൈൻ 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 മതി. വേറെ 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 ഇന്റഗ്രേഷൻ കിട്ടിയ രാവണി. ഓക്കെ ഹനീൻ ഒരു ഫാസ്റ്റ് ട്രൈ ചെയ്യട്ടോ. ഫസ്റ്റ് വൺ കിട്ടൂല്ലോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഫസ്റ്റ് വൺ ആണല്ലോ ഫസ്റ്റ് വൺ. ഹനീൻ നോട്ടാണല്ലേ. 1 സെക്കൻഡ്. ഓക്കെ മതി. കഴിയാത്തവരൊന്ന് ഫാസ്റ്റ് ആയി. ഫസ്റ്റ് വൺ കിട്ടിയിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടും. ഇല്ല കുഴപ്പമില്ലാത്തവർ. അല്ലൻ നമ്മളെങ്ങനെ ഫസ്റ്റ് പാർട്ട് ചെയ്യണ്ടേ? അതിനകത്ത് ഞാൻ ടിയും ഡി ടി കൊടുത്തു. ആരെ ടി എടുത്തേ? ടി 5x² + 1 മതി, ധാരാളം. ഡെറിവേറ്റീവ് ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുക. ഒരു കോൺസ്റ്റന്റ് പ്രശ്നം മാത്രമേ വരത്തുള്ളൂ. നമുക്കിവിടെ ടി = 5x² + 1 എടുത്താൽ dt = 10x dx എന്ന് കിട്ടും. അതില് 10 ഇപ്പുറത്തേക്ക് മാറ്റിയാൽ dt/10 = dt/10 = x dx. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു 2 നമുക്ക് ഓൾറെഡി ഉണ്ട്. 2 × ഇന്റഗ്രൽ x dx / 5x² + 1 എന്ന് എഴുതാം. x ന് പകരം dt/10, x dx ന് പകരം ഡിനോമിനേറ്ററിൽ t. 2/10 ഇന്റഗ്രൽ dt/t എന്ന് കിട്ടും. that is equal to 1/5 log t. ക്ക് പകരം വാല്യൂ കൊടുക്കുമ്പോൾ 1/5 log 5x² + 1 എന്ന് നമുക്ക് ഒന്നാമത്തെ ഇന്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യും. ഇതുപോലെ രണ്ടാമത്തെ ഒരുത്തരം കൂടിയുണ്ട്. ഒന്നാമത്തെ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ടാമത് നമുക്കൊരു 3 / 5x² + 1 കിടക്കണം. ഇന്റഗ്രൽ 3 / 5x² + 1 dx. അവരെ നമ്മൾ എന്ത് ചെയ്യും?
സെക്കൻഡ് വൺ ഒന്ന് വേഗം. സാറെങ്കിൽ നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാൻ പറ്റുമോ? അത് കിട്ടിയില്ല സാർ, ആദ്യത്തെ പാർട്ട് മാത്രമേ കിട്ടിയുള്ളൂ. 3 divided by 5x square plus 1. സെക്കൻഡ് വൺ കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. സെക്കൻഡ് വൺ ചെയ്യാനുള്ള വഴി കിട്ടിയവര് 1, 2, 3 നോക്കിയ ബുക്സ് ആണ്. വേറെ എനിവൺ? വേറെ ആരെങ്കിലും? ഇല്ല, ഒരു ശീല. സെക്കൻഡ് വണ്ണില്ലേ, പ്ലീസ്. സെക്കൻഡ് വണ്ണില് നമുക്ക് ഈ ഡിനോമിനേറ്റർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇന്റഗ്രൽ 3 divided by 5 into x square plus 1/5 dx എഴുതാൻ പാടില്ല. ഇല്ലേ? ഡിനോമിനേറ്റർ 5 നമ്മൾ കോമൺ എടുക്കും. Now 3/5 പുറത്തേക്ക് എഴുതിയാൽ ഇന്റഗ്രൽ dx divided by x square plus ഈ 1/5 നമുക്ക് 1/√5 the whole square എഴുതാലോ. ഇപ്പൊ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ടോ ഹാഫിസെ? ഏത് ഫോമുല? tan inverse x by a dx divided by x square plus a square form ആയി. നമുക്ക് tan inverse x by a ലേക്ക് മാറ്റാം. 1/a tan inverse x by 1/a tan inverse x by that is equal to 3/5 into √5 വരും. tan inverse x √5 വന്നു. അപ്പൊ അതിനു വേണ്ടി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 5 √5 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 3/5 tan inverse x √5 എന്ന് വരും ഇന്റഗ്രൽ. അപ്പൊ രണ്ട് ഇന്റഗ്രൽസും കിട്ടി. സോ നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ നമ്മുടെ ലിമിറ്റ് 0 to 1 ആണ്. ഇന്റഗ്രൽ 0 to 1 നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കൊടുക്കണം. 1/5 log mod 5x square plus 1 ഒരാള് പ്ലസ് 3/√5 tan inverse x √5 എടുക്കണം. ഇവിടെ നമ്മൾ 0 to 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കും. ഇവിടെ നിന്ന് 1/5 3/√5 കോമൺ എടുക്കരുത് കേട്ടോ. കാരണം രണ്ട് സെപ്പറേറ്റ് ടേം ആണ്. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് ആകെ ചെയ്യാനുള്ള വഴിയുണ്ട്. വാല്യൂ കൊടുക്കണം, നേരെ സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യാൻ 2 minutes മാക്സിമം. കംപ്ലീറ്റ് ആംഗിൾ ക്വസ്റ്റ്യൻ നമ്പർ 15. 15 ഒക്കെ ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടും. വലിയ കോംപ്ലിക്കേറ്റഡ് ഇന്റഗ്രൽ ഒന്നും അല്ല. ഇതിലവിടെ ഒരു മിനിറ്റ്. One more minute to complete. Thirty seconds more to complete. 30 seconds. എഡ്വിനെ ഫൈനൽ എന്താണെന്ന് പറയാൻ കേട്ടെ. സാർ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. തീർന്നില്ലടാ, ഒന്ന് ഫാസ്റ്റ് ആക്കി. ആ ലോഗിന്റെ രണ്ട് നമുക്ക് വാല്യൂസ് നോർമൽ തന്നെ കൊടുക്കുക, അസോസിയേറ്റ് ചെയ്യും. ഫാസ്റ്റ് ആക്കി എവരിവൺ.
ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/5 ലോഗ് മോഡ് 5 into 1 square plus 1 3/√5 tan inverse 1 into √5 minus 1/5 log mod 5 into 0 square plus 1 plus 3/√5 tan inverse 0 into √5. Now wait. Substitute simplify 1/5 log 5 into 1 square 5 and 5 plus 1 6 ആണ് plus 3/√5 tan inverse √5. Now first bracket. Second bracket 1/5 log 1 3/√5 tan inverse 0. ഇങ്ങനെയൊക്കെയാണ് വാല്യൂ. ഇതൊന്ന് പറയാൻ പറ്റില്ല. നമുക്കിവിടെ ആരുടെയൊക്കെ വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും? ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനിൽ ആരുടെയെങ്കിലൊക്കെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാൻ പറ്റിയതുണ്ടോ? എഡ്വിൻ? ലോഗ് 1 പറഞ്ഞോ കറക്റ്റാ. ലോഗ് 1 0 ലോഗ് 1 0 ആണ്. ശരി, പിന്നെ tan inverse 0 അതും 0 ആണ്. അപ്പൊ ബ്രാക്കറ്റ് മൊത്തത്തിൽ കട്ടായി പോയി. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1/5 log 6 plus 3/√5 ആയിരുന്നല്ലോ. 3/√5 tan inverse √5. ഇത് ഫൈനൽ ആൻസർ. വേറെ ചെയ്യാനും tan inverse √5 വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. log 6 വാല്യൂ നമുക്ക് അറിയാൻ പാടില്ല. കീപ് ഇറ്റ് അങ്ങനെ നിർത്തിയാൽ വേറെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, മിണ്ടാതിരിക്കരുത്. ഇറ്റ്സ് ക്ലിയർ. യു ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. സ്പിൻ. I hope everyone started 15 to 1. തുടങ്ങിയോ? 15. ഇപ്പോഴും 14ന്റെ പിന്നാലെ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? Anyone? Okay. Question number 15. Integral 0 to 1 x e raised to x square. Integral 0 to 1 x e raised to x square. രണ്ട് മിനിറ്റ് മാക്സിമം മതിയാവും എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് ഈ കൂടുതൽ ടൈം എനിക്ക് ആ ക്വസ്റ്റ്യന് വേണമെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തു വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് മൈ ഒബ്സർവേഷൻ നമുക്ക് 2 മിനിറ്റ് ഒക്കെ മതിയാവേണ്ടതാണ്. ഒരു മിനിറ്റ് കൂടി മതിയാവേണ്ടതാണ്.
നമുക്ക് നോക്കാം. സെക്കൻഡോടെ മാക്സിമം x e raised to x square. റൈറ്റ്. സലീമ കിട്ടിയത് എങ്ങനെ ചെയ്യേണ്ടതല്ല? e raised to x square t ആക്കി e raised to x square t ആക്കി എടുത്താൽ നമുക്ക് നോക്കാം. എന്നിട്ട് x dx is equal to dt by 2 e raised to x square. t equal to e raised to x square എടുത്തപ്പോൾ ഡെറിവേറ്റീവ് എന്താ വന്നത്? dt is equal to dt by dx is equal to 2x into e raised to x square. 2x into e raised to x square കറക്റ്റ് ആണ്. ശരി. എന്നിട്ട് അപ്പൊ x dx ന്റെ അവിടെ dt by 2 e raised to x square. x dx ന്റെ അവിടെ dt by 2 e raised to x square. ശരി. എന്നിട്ട് പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ അപ്പൊ അതിലെ എവിടെയാ പെടുന്ന ഞാൻ കാണിച്ചു. അപ്പൊ dt ഡിവൈഡഡ് ബൈ 2 e raised to x square ആണ് നമ്മുടെ x dx അല്ലെ. അപ്പൊ നമ്മൾ ഇന്റഗ്രലിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രൽ x e raised to x square dx ല് ഈ e raised to x square പകരം t എന്ന് കൊടുത്തു അല്ലെ. x dx ന് പകരം dt by 2 e raised to x square എന്ന് കൊടുത്തു അല്ലെ. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x dx ന് പകരം dt ഡിവൈഡഡ് ബൈ 2 e raised to x square into t എന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും x ടേം വന്നില്ലേ? സ്റ്റിൽ ഒരു x ടേം. ഒരു പണി ചെയ്യാം, പക്ഷെ അതിനെ കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആക്കാൻ്റെ വഴിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഒരു പണി ഇവിടുന്ന് ചെയ്യാനുണ്ട്, വേറൊന്നുമല്ല. ഇപ്പൊ e raised to x square ന് പകരം t എന്ന് കൊടുത്താൽ മതി. e raised to x square നെയും t എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t-യും കട്ടാവും, dt by 2 എന്ന് വരും. ഇന്റഗ്രേറ്റ് നമുക്ക് t by 2 എന്ന് ആൻസർ. ഒരു ഓപ്ഷൻ ആണ്. അത് കേട്ടെ. ഇതൊക്കെ എളുപ്പത്തിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ. വേറെ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? എനിവൺ എൽസ്? another easy substitution in this case. Substitution എത്തുള്ളൂ, വേറെ ഒരു രീതിയിൽ നിങ്ങൾ എത്തില്ല. You can find the answer only by substitution. Anyone? For Andrea, അങ്ങനെ കിട്ടിയേ? x square ന് t കൊടുത്തു. t equal to x square അതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. t equal to x square കൊടുത്താൽ dt equal to 2x dx എന്ന് വരും. അപ്പൊ dt by 2 equal to x dx. അതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. അപ്പൊ നമ്മളെ ഇന്റഗ്രൽ x e raised to x square dx നെ ഇന്റഗ്രൽ e raised to x square ന് പകരം t എന്ന് കൊടുക്കാം, x dx ന് പകരം dt by 2 കൊടുക്കാം. So 1/2 into integral e raised to t dt. So 1/2 e raised to t എന്ന് കിട്ടും. അതായത് 1/2 e raised to x square നമുക്ക് ഇന്റഗ്രൽ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ മാറും. 1/2 e raised to x square in the limit 0 to 1. 1/2 into e raised to x square within the limit 0 to 1. So this substitute ചെയ്യണോ? ഫൈനൽ ആൻസറിലും ചിലപ്പോൾ തെറ്റ് വരുത്താൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. Completed. You can move to question number 16. പറഞ്ഞോ ഹരി. നമുക്കിവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാമോ? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ആരെ ഫസ്റ്റ് എടുക്കും, ആരെ സെക്കൻഡ് എടുക്കും? എക്സ് ആദ്യം എടുക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ e raised to x square. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് വരുമ്പോൾ e raised to x square നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? e raised to x square by 2x അല്ലേ ഇന്റഗ്രൽ? അല്ല, അതേ പറയാം. ആ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് ഡിഫറൻസിയേഷനിലാ പരിപാടി. ഒന്നാമത്തെ ആളെ ചെയ്തു, രണ്ടാമത്തെ ആളെ ചെയ്തു.
അത് കണ്ടിട്ട് തിരിച്ചു നോക്കിയാൽ മതി. അതായത് e raised to x square by 2x ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇയാളെ കിട്ടുമെന്ന് നോക്കിയാൽ മതി. e raised to x square ന്റെ ഇന്റഗ്രൽ ഒരിക്കലും e raised to x square by 2x അല്ല കേട്ടോ. മിസ്റ്റേക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക. 30 seconds maximum to substitute and to find the final answer. 30 seconds maximum. സ്കൂളിൽ ഇന്റഗ്രേഷൻ കഴിഞ്ഞത് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് എവിടെയെങ്കിലും സെക്കൻഡ് ടൈമിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നല്ലോ ഉണ്ടോ? വെക്ടർ, 3D, പ്രോബബിലിറ്റി, ആ ഏരിയ വെക്ടറും പ്രോബബിലിറ്റിയും തീർന്നു. വെക്ടറും പ്രോബബിലിറ്റിയും തീർന്നു. 3D ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് കഴിഞ്ഞ് നേരെ ഇന്റഗ്രേഷനിലേക്ക് വരും. അനിയൻ അവിടെ എന്താ സിലബില്? വെക്ടർ കഴിഞ്ഞാൽ 3D എടുത്തോണ്ടിരിക്കണം. പ്രോബബിലിറ്റി എടുത്തിട്ടില്ല, ഇന്റഗ്രേഷൻ എടുത്തിട്ടില്ല. എന്നതിന്റെ ഫൈനൽ ആൻസർ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. അപ്ര ഫൈനൽ 1/2 e minus 1 അങ്ങനെയല്ലേ? 1/2 1 എവിടെ നിന്നാ വന്നേ? അല്ല, e raised to 0 അല്ലേ? അതെ. e raised to 0 1 അല്ലേ? തീർച്ചയായിട്ടും അതെ. അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നുള്ളൂ. 1/2 ഇൻറ്റു വാല്യൂ കൊടുക്കുമ്പോൾ e raised to 1 square minus e raised to 0 square എന്നാണ് വരിക. 1/2 ഇൻറ്റു e raised to 1 square ഈ തന്നെ e raised to 0 square എന്ന് പറഞ്ഞാൽ e raised to 0 എന്ന് വരും. And we know a raised to 0 is equal to 1 for any a. പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആണ്. Simplest 1/2 e minus 1 will be the final answer. 1/2 e minus 1 will be the final answer. to 1 ശ്രദ്ധിക്കണം, ആലോചിച്ച് ചെയ്യാം. ഇതെനിക്ക് മാറ്റാലോ അല്ലേ? ശാലായി 16 integral 1 to 2 5x square divided by x square plus 4x plus 2. ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരു വേണ്ടിയാണ്. ചെയ്യാൻ വേറെ മൂന്നാലും എന്തായാലും ഏത് ടൈപ്പാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ വരും. ഇതവിടെ 30 seconds. ഏത് ടൈപ്പാണ് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ 30 seconds. ഓക്കെ റൈറ്റ്. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കേൾക്കട്ടെ. സബീലെ, ഇത് നമ്മൾ ഏത് ടൈപ്പിൽ ചെയ്യണോടാ? കിട്ടിയില്ല. ടൈപ്പ് കിട്ടിയില്ല? ഇല്ല. ടൈപ്പ് ഏതാ നബീൽ? പാർഷ്യൽ ഫങ്ഷൻസ് ആണോ? പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷനിൽ ഏത് കാറ്റഗറി പെടും ഷിറിൻ ഫാത്തിമ? പെട്ടെന്ന് റിപ്ലൈ പെട്ടെന്ന് പറഞ്ഞു. അറിയില്ല സാർ. അറിയില്ല. സ്വാലിഹ പെട്ടെന്ന് സഡൻ റിപ്ലൈ. ഏതാ? അല്ല. ഏത് കാറ്റഗറിയിൽ പെടുന്നു പറയാമോ അലൻ?
പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കോ, തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കിട്ടിയില്ല? ആഷ്ന 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 മോൾ പറയും. കാറ്റഗറി കിട്ടിയില്ല. ശരി, വൈശാഖ്. മറ്റേതാണോ px² + 2x + r? അല്ല, അതിനു മുമ്പ് ഒരു പണിയുണ്ട്. സാന്ദ്ര, ലാസ്റ്റ് ഇതാണോ? ലാസ്റ്റത്തെ ഏത്? പാർഷ്യൽ പൈ ഫംഗ്ഷനിൽ അതിന്റെ ലാസ്റ്റത്തെ സാധനം മറ്റേ ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തതില്. ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തൊന്നും അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പാർഷ്യൽ എന്നുള്ളത് കറക്റ്റ് ആണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ അതിൽ ചെറിയൊരു കെണിയുണ്ട് ഇതിനകത്ത്. സാരംഗേ, കെണിയൊന്നും അഴിക്കാവോ? കൃഷിയില്ല. മിലൻ, ഇത് രണ്ടും ഒരേ ഡിഗ്രി അല്ലേ? അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം ഡിഗ്രി സെയിം ഓർ നോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ഡിഗ്രിയിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ആ വാക്ക് ഓർക്കുന്നുണ്ടോ? പ്രോപ്പറും ഇംപ്രോപ്പറും. ഇതിപ്പോ കിടക്കുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ്, ബിക്കോസ് ദ ഡിഗ്രി ഈസ് സെയിം. സോ വി ഹാവ് ടു അപ്ലൈ ലോങ് ഡിവിഷൻ. പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനെ പ്രോപ്പർ ആക്കി മാറ്റണം, എന്നിട്ട് ഇന്റഗ്രേറ്റ്. അതാണ് ഇവിടുത്തെ പണി. ബാക്കി നിങ്ങൾ പറയാൻ കറക്റ്റ് ആട്ടോ. ബാക്കി നമ്മള് a into derivative of denominator plus b എന്നൊക്കെ പറഞ്ഞെടുക്കും, സെപ്പറേറ്റ് ചെയ്യും ആസ് യൂഷ്വൽ. അതുപോലെ ഡിവൈഡ് ചെയ്യും. 5x² divided by x² plus 4x plus 2. നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആളെ ഇന്റഗ്രൽ 5x² by x² plus 4x plus 3 can be written as integral 5 divided by x² plus 5 plus minus 5 minus 20x plus 15 divided by x² plus 4x plus 3 dx. Integral 5 dx നമുക്ക് ഒരാളെയും 20x plus 15 divided by x² plus 4x plus 3 dx രണ്ടാമത്തെ ആളെയും എടുക്കും. ഇനി നമ്മളവിടെ വീണ്ടും പണികളുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഇന്റഗ്രൽ 20x plus 15 divided by x² plus 4x plus 3 എന്ന് പറയുന്ന ആളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട വരും. a into derivative of the denominator plus b എന്ന ഫോമിലേക്ക് മാറ്റി രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തെടുത്തൊക്കെ ചെയ്യണം. ഒന്ന് മറിച്ച് നോക്കുന്നതൊക്കെ നല്ല കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷന്റെ ഏരിയ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങും എത്തൂല. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് എഴുതി വെച്ചോളാൻ പറഞ്ഞു. അതായത് ബൈഹേർട്ട് ഞാൻ പറയുന്നില്ലല്ലോ, ഒന്ന് എഴുതി വെച്ചോ. ബിക്കോസ് നമുക്ക് അത്യാവശ്യം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ടേം 1ന്റെ എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആ ടോപ്പിക് ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ആ ഐഡിയാസ് ഒന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ വീണ്ടും കഷ്ടപ്പെടും. ഇത് നമ്മൾ എങ്ങനെ അടുത്തായിട്ട് മാറ്റിയെന്ന് പറയാമോ? വൈശാഖ ഇതെങ്ങനെയും മാറ്റേണ്ട ഈ 20x plus 15 ഒക്കെ ഉള്ള ആളെ? വൈശാഖിന്റെ സ്റ്റെക്കായി നിൽക്കാനുള്ളൂടാ. എല്ലാവരും ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതാട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്. ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ ഇല്ല. നമ്മൾ വെറുതെ ബുക്കിലേക്ക് നോക്കിയിരുന്ന ബുക്കിൽ നിന്നൊന്നും കൂടി കയറാനില്ലല്ലോ. മറിച്ച് നോക്കിയാൽ സാധനം കത്തുള്ളൂ. അതായത് കാര്യമായിട്ട് ഇങ്ങനെ കുറെ നേരം ബുക്കിലേക്ക് നോക്കും, കുറെ നേരം ബോർഡിലേക്ക് നോക്കും. ആ നോക്കുന്ന നേരം കൊണ്ട് 4 പേജ് ബാക്കിലേക്ക് മറിച്ച് സംഭവം ചെയ്യാൻ പറ്റും.
മറച്ചു നോക്കാൻ പറഞ്ഞിട്ട് ആരും മറക്കില്ല. ഇനിയിപ്പോ ഈ ഓപ്പൺ ബുക്ക് എക്സാം പോലെയാണോ? ഇത് എവിടെ ഇതാണ് കിടക്കണമെന്ന് അറിയാത്തോണ്ടാണോ നമ്മൾ ഈ ഓപ്പൺ ബുക്ക് എക്സാമിന്റെ കാര്യം പറയേ? ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് പരീക്ഷ എഴുതാം, ക്വസ്റ്റ്യൻ പേപ്പറും കാര്യം ഉണ്ടാവും. പക്ഷെ ഇത് എവിടെയാ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കണമെന്ന് അറിയണ്ടേ? എവിടെ ഈ പാർട്ടിൽ ഭാഷ കിടക്കുന്നത്? അതിൽ ഏത് ടൈപ്പാ, അതെങ്ങനെയാ ചെയ്തേ, അതുപോലെ അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിയോ? എന്നാ മെത്തേഡ് പറയാ ഹരീൻ, നമ്മൾ എന്താ ചെയ്യണ്ടേ? പാർഷ്യൽ ഫ്രാക്ഷനില് ആദ്യത്തെ ഇല്ലേ px plus q by x അപ്പൊ എങ്ങനെ മാറ്റണം പറഞ്ഞോ? 20x plus 15 by x plus 1 x plus 3. 20x plus 15 is equal നമ്മൾ എന്തെന്ന് എടുക്കണം? അതെ a by x minus a plus b by x minus b. a by x minus a plus b by x minus b എന്ന് എടുക്കുമ്പോൾ x minus a x minus b വരാം. x plus 1 x plus 3. ഫാക്ടേഴ്സ് അവരാണോ? ചെക്ക് ചെയ്തായിരുന്നോ? x plus 3 x square plus 4x plus 3 എന്ന് പറയുന്ന ആള് നമുക്ക് 20x plus 15 divided by x plus 1 into x plus 3 എന്നായിരുന്നു. കറക്റ്റ് ആണ്. So it can be written as a by x plus 1 plus b divided by x plus 3 cross ചെയ്യുമ്പോൾ 20x plus 15 divided by x plus 1 into x plus 3 is equal to a into x plus 3 plus b into x plus 1 divided by x plus 1 into x plus 3. So we can write 20x plus 15 is equal to ax plus 3a plus bx plus അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് എളുപ്പം നമ്മൾ ഇതിനു മുമ്പ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് എളുപ്പം. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ അല്ലെ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോസസ് അതാണ് എളുപ്പം. a into കണ്ടുപിടിക്കാൻ എളുപ്പം അതാണ്. 20x plus 15 is equal to a into x plus 3 plus b into x plus 1. So if x is equal to ഏതാണ് കൂടെ കൊടുക്കാവുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞേ? സ്വാലിഹ കൊടുക്കാവുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞു കേട്ടെ. ഓ വേണ്ട, അവിടെ ചെയ്തിട്ടുണ്ടോ? ബോർഡിൽ നോക്കിട്ട് പറഞ്ഞാൽ മതി. കട്ടായി പോകാനൊക്കെ കത്തേണ്ടതാണല്ലോ. ഇത്ര എത്തിയപ്പോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഒരു ടേം മൊത്തത്തിൽ കട്ടായി പോകും. അതിന് പറ്റിയ വാല്യൂ ഏതാണ്? (20x plus 15 is equal to a into x plus 3 plus b into x plus 1 ആണ്. എക്സിന് ഒരു പർട്ടിക്കുലർ നമ്പർ കൊടുത്താൽ ഒരു ടേം മൊത്തം കട്ടായി പോകും. എക്സിന് വേറൊരു വാല്യൂ കൊടുത്താൽ മറ്റേ ടേം മൊത്തം കട്ടായി പോകും. ഓർക്കല്ല? ഏതാ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുക? -1 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ള ടൈം മൊത്തത്തിൽ കട്ടായി പോകും. അപ്പൊ എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് കിട്ടും 20 ഇൻറ്റു -1 പ്ലസ് 15 ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് 1. അപ്പൊ -20 പ്ലസ് 15 ഈക്വൽ ടു 2a എന്ന് വരും. which means നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് -5 ഈക്വൽ ടു 2 എന്ന് വരും. a ഈക്വൽ ടു -5. ഇതുപോലെ തന്നെ if we substitute x ഈക്വൽ ടു -3, 20 into -3 plus 15 is equal to a into -3 plus 3 plus b into -3 plus 1. 20 -60 plus 15 equal to a ടൈം മൊത്തത്തിൽ കട്ടായി പോകും. -2b. -45 equal -2b. b equal 45 divided by 2 എന്ന് നമുക്ക് ആൻസർ. അങ്ങനെ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. രണ്ട് വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെയാണ് കിട്ടി. ചെക്ക് ചെയ്യണേ. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാട്ടോ. യു ഹാവ് ടു ചെക്ക്.
ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. All together നമ്മുടെ 20x plus 15 divided by x square plus 4x plus 3 എന്ന് പറയുന്ന ആള് it can be converted as a യുടെ വാല്യൂ -5/2 by x plus 1 plus 45/2 by x plus 3 എന്ന ഫോർമുലയാണ് മാറും. സർ ഞാൻ എലിമിനേഷൻ വഴിയാ കണ്ടുപിടിച്ച എയും ബിയും. വാല്യൂ ഡിഫറൻസ് ഉണ്ടോ? ആ, എന് +5/2 കിട്ടിയ, എയുടെ വാല്യൂ +5/2, ബി നെഗറ്റീവ്. എയുടെ വാല്യൂ +5/2, ബിയുടെ വാല്യൂ -45/2. ഡിനോമിനേറ്റേഴ്സ് എങ്ങനെയല്ലേ? x+1 x+3 മാറി പോയിട്ടില്ലല്ലോ. ഇല്ല. -1 കൊടുക്കുമ്പോൾ -1 plus 1 -20 plus 15. എലിമിനേഷൻ കൊടുത്തപ്പോ എങ്ങനെ വാല്യൂസ് വന്നെന്ന് പറഞ്ഞേ എന്നാ നോക്കട്ടെ. എലിമിനേഷനിൽ a + b = -20. a plus b -20 വന്നത് എങ്ങനെ? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ ഈ പോർഷൻ ഒന്ന് പറഞ്ഞേ. 5 + 5 അവസാനം കൊടുത്തേ. ഓക്കെ അതാണ് ഞാൻ ചോദിച്ചത്. അവിടെയാണ് തിരിഞ്ഞു പോയത്. നോ പ്രോബ്ലം. ഫൈനൽ ആൻസർ സെയിം ആയിട്ട് വരുള്ളൂ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാട്ടോ. ഇന്റഗ്രൽ 20x plus 15 സ്പീഡാക്കി. ഇനി ടൈം കളയേണ്ട കാര്യമില്ല. x square plus 4x plus 3 dx is equal to ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന നല്ല ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്റഗ്രൽ -5/2 divided by x plus 1 plus 45/2 divided by x plus 3 dx ആയിട്ടുണ്ട്. -5/2 into integral dx by x plus 1 plus 45/2 into dx divided by x plus 3. ഇന്റഗ്രൽ ആരാന്ന് കൊടുക്കുക. ആ ഇന്റഗ്രൽ നേരെ കൊണ്ട് ആദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വാല്യൂസ് കൊടുക്കുക. ഡെഫിനിറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതവിടെ ഇന്റഗ്രൽ dx by x plus 1 ന്റെ ഇന്റഗ്രൽ എത്ര ലാമിയ? dx by x plus 1 ന്റെ ഇന്റഗ്രൽ ആരാ? dx plus ഈ കാണുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാണ്? ഈ dx by x plus 1. ഇല്ല, സിമ്പിൾ ആണോ? ആദ്യം ഒന്ന് പറയാം. dx by x plus 1 ഇന്റഗ്രൽ ആരാണ്? log mod x plus 1. രണ്ടാമത്തെ log mod x plus 3. പ്ലസ് സി ഒക്കെ എവിടെ പോയെന്നുള്ള നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. -5/2 log mod x plus 1. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. മറന്നു പോരുത്. ഇക്വേഷൻ നമ്പർ 1 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 5x square divided by x square plus 4x plus 3 dx എന്ന് പറയുന്ന ആള് ഇന്റഗ്രൽ 5 dx minus 20x plus 15 divided by x square plus 4x plus 3 എന്ന് നമ്മൾ ഇക്വേഷൻ 1 ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. 5 dx ഇന്റഗ്രൽ 5x ആണ് മൈനസ് ഇവന്റെ ഇപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് -5/2 log mod x plus 1 plus 45/2 log mod x plus 3.
നെഗറ്റീവ് ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ 5x plus 5/2 log mod x plus 1 minus 45/2 log mod x plus 3. ലിമിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പറഞ്ഞോ. നമുക്കിത് px plus q divided by ax square plus bx plus c ആ ഫോർമുല ചെയ്യാൻ പറ്റും. px plus q divided by ax square plus bx plus c ഫോർമുല ചെയ്തിട്ട് a into d by dx of പിന്നെ താഴത്തെ പോളിനോമിയൽ എടുത്തിട്ട് പ്ലസ് ബി ഒരു കുഴപ്പമില്ല. പക്ഷെ അന്നേരം എക്കും ബിക്കും ഈ വാല്യൂ അല്ല, വേറെ വാല്യൂസ് എക്കും ബിക്കും വാല്യൂ മാറും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടുക എത്രയൊക്കെ കിട്ടിയ 10 -25 ആണോ? 10 കുഴപ്പമില്ല. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ചെയ്തു വരുമ്പോ അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് തന്നെ എത്തും. അതാണ് കുഴപ്പമില്ല. മൂന്ന് മിനിറ്റ് മാക്സിമം കേട്ടോ. വേഗം കംപ്ലീറ്റ് ചെയ്തേ. വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചേ. സ്പീഡ് വാല്യൂ ഉണ്ട്. ഫൈനൽ ആൻസർ എന്താ വന്നേ? കേക്കട്ടെ. സിംപ്ലിഫൈ ചെയ്തപ്പോ എന്താ ലാസ്റ്റ് വന്നേ? സാറെങ്കിൽ എന്താണ് ഫൈനൽ കിട്ടി? എത്തുന്നുള്ളൂ സാർ. ഫസ്റ്റിലേക്ക് കമ്പാരിറ്റീവ് ലെങ്ത് ക്വസ്റ്റ്യൻ ആണോ? കമ്പാരിറ്റീവ്ലി സമയം കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം, പിന്നെ നമ്മൾ അതിൽ വാല്യൂ കൊടുക്കണം. നാച്ചുറലി ഇറ്റ് വിൽ ടേക്ക് ടൈം. Integral 1 to 2 5x square by
x square plus 4x plus 3 dx becomes 5x plus 5 by 2 log mod x plus 1 minus 45 by 2 log mod x plus 3. നമ്മുടെ വാല്യൂസ് കൊടുക്കണം. ക്ലിയർ ആയില്ല സാറേ? സർ 5 minus 45 by 2 log 5 by 4 minus 5 by 2 log 3 by 2. Absolutely. കറക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, കിട്ടാത്തൊരു ചെക്ക് ചെയ്തോ. നമുക്ക് കിട്ടാൻ പോകുന്നത് ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 into 2 plus 5 by 2 log mod 2 plus 1 minus 45 by 2 log mod 2 plus 3 minus 5 into 1 plus 5 by 2 log mod 1 plus 1 minus 45 by 2 log mod 1 plus 3. 10 plus 5 by 2 log 3 minus 45 by 2 log 5 first bracket minus 5 plus 5 by 2 log 2 minus 45 by 2 log 4. നമുക്ക് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 10 plus 5 by 2 log 3 minus 45 by 2 log 5 minus 5 minus 5 by 2 log 2 plus 45 by 2 log 4. അപ്പോൾ നമുക്ക് 10 minus 5 5 എന്ന് കൊടുക്കാം. ബാക്കി 5 by 2 കോമൺ എടുത്താൽ log 3 minus log 2 വരും. ബാക്കി 45 by 2 കോമൺ എടുത്താൽ log 4 minus log 5 വരും. സോ 10 minus 5 5 ആണ്. log 3 by 2 വരും. പിന്നെ നമുക്ക് 45 by 2 log 4 by 5 വരും. ഇങ്ങനെ ആൻസർ വരും. പിന്നെ അത് ചെയ്യാവുന്ന ഒരു പണി കൂടി ഉണ്ട്. വേണമെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു 5-നെയൊക്കെ വേണമെങ്കിൽ കോമൺ എടുക്കാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം. ഒരു 5 ഒക്കെ കോമൺ എടുത്താൽ 5 into 1 plus 1 by 2 log 3 by 2 9 by 2 log 4 by 5 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. കമ്പൽസറി അല്ല കേട്ടോ, ഇവിടെ വെച്ച് നിർത്തിയാലും മതി. നമുക്ക് ആൻസർ വരും. കമ്പാരിറ്റീവ് ലെങ്തിയർ ആയ സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 7 സിമ്പിൾ ആട്ടോ. 16 പോലെ നമ്മൾ അടങ്ങിയാറാക്കില്ല. കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് തോന്നുമെങ്കിലും എളുപ്പമാണ്. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വേറെ ഒന്നും വരുന്നുണ്ട് എനിക്ക് ചെയ്യുന്നത്. അധികം വലിയ കുഴപ്പമില്ലാത്ത. അടുത്തത് കംപ്ലീറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യല്ലേ ഒരു 1 ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവാത്തവര്? സ്പീഡ് വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ ആട്ടോ. സ്പീഡ് ടേം 1 എക്സാമിൽ നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പീഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. നമ്മൾ വളരെ ഈസി ഗോയിങ് ആയി പതുക്കെ ആര് തൂങ്ങിലും ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതാണ് ഈ ടൈം ഞാൻ 3 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. ആ ക്വസ്റ്റിന് അത്രയും ടൈം എടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ ടൈം എടുത്താൽ നമ്മൾ ആ ഒരു എന്താ പറയാ റേഞ്ചിലേക്ക് എത്തിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ഇഫ് യു ആർ ടേക്കിംഗ് മോർ ടൈം, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത അതിന്റെ അർത്ഥം നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ.
2 minute maximum കേട്ടോ, 2 minute maximum. എവിടെ 1 more minute. Integral to sec square x minus plus x cube plus 2. എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഡയറക്റ്റ് വാല്യൂസ് ആണോ? എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന വാല്യൂസ് ആണ്. ഒന്ന് പറയാം, ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയെന്ന് കേൾക്കട്ടെ. ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്താണോ ഒന്ന് പറയാമണി, ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയെന്ന്? Integrate ചെയ്തപ്പോൾ 2 tan x plus x raised to 4/4 plus 2x. Absolutely. കാരണം sec square ഇന്റഗ്രൽ tan ആണ്. അപ്പോ tan x വരും, x cube ഇന്റഗ്രൽ x raised to 4/4 വരും, 2 ഇന്റഗ്രൽ 2x വരും. 0 to pi/4 ആണ് ലിമിറ്റ്. 2 into tan pi/4 plus pi/4 raised to 4/4 plus 2 into pi/4 minus 2 tan 0, 0 raised to 4/4, 2 into 0. Final simplify the final. Final answer ready? ചെയ്യണേ ഉള്ളൂ. Speed out. Then final answer ready oda? ഇല്ല സർ. സിംപ്ലിഫൈ ചെയ്തില്ല, വലിയ കുഴപ്പമില്ലാത്തല്ലടാ, കിട്ടേണ്ടതാണല്ലോ. എവിടെ കൺഫ്യൂഷൻ എന്താണല്ലോ. ആ അത് എത്ര ഉള്ളൂ? 2 tan pi/4 എത്രയാ? അല്ലേ? 2 into 1 plus pi/4 raised to 4 എന്ന് പറഞ്ഞാൽ pi raised to 4 divided by 4 raised to 4 all divided by 4. 2 into pi/4 കട്ടായി പോകുമ്പോൾ pi/2 കിട്ടും. സെക്കൻഡ് ബ്രാക്കറ്റിൽ എല്ലാവരും 0 ആണ് അല്ലേ? എഴുതേണ്ട കാര്യമില്ലല്ലോ. 2 plus pi raised to 4 divided by 4 raised to 4 എന്ന് പറഞ്ഞാൽ 4 into 4 into 4 into 4 2 raised to ഒരു 4 ഓടെ ഡിവൈഡ് ബൈ വരും 1024 മൊത്തത്തിൽ വരും. ഞാൻ ആൻസർ കിട്ടിയ ചെക്ക് ചെയ്തേ എവരിവൺ. അതിന് ആ pi raised to 4/4 ഇങ്ങനെയായിട്ട് വരിക. pi raised to 4 divided by 4 raised to 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 256 ആണ്. വീണ്ടും ബൈ 4 ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 4. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 വേണമെങ്കിൽ 4/1 എന്ന് എടുത്താൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഒന്നുകൂടെ പറയുന്നുള്ളൂ. pi raised to 4/256 into 1/4 അത് മൾട്ടിപ്ലൈ വേണമെങ്കിൽ 1024 വരുന്നു കേട്ടോ. pi raised to 4 അങ്ങനെ നിർത്തിയാൽ മതി, സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ റൈറ്റ്. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. The remaining we'll discuss on tomorrow. Thank you. Have a nice day. Thank you, sir.